ഹായ് നമസ്തേ, വെൽക്കം ടു ട്രിവാൻഡ്രം ജംഗ്ഷൻ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് 10ാം ഉദയമല്ലേ, അതായത് മേടപ്പത്ത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വീട്ടിൽ പൊങ്കാല ഇടാമെന്ന്. ഏതൊരു ശുഭകാര്യത്തിനും നമുക്ക് സമയം നോക്കാതെ ചെയ്യാവുന്ന ഒരേ ഒരു ദിവസമാണ് മേടപ്പത്ത്. അതുകൊണ്ട് വീട്ടിൻ്റെ മുറ്റത്ത് നമുക്ക് പൊങ്കാല സമർപ്പിക്കുന്നത് വളരെ ഐശ്വര്യമായിട്ട് കാണുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, രാവിലെ എണീറ്റ് 2 ചാണകം കൊണ്ട് 2 വട്ടത്തിൽ മുഴുകി, ഒന്നിൽ അടുപ്പും വെച്ചു, മറ്റൊന്നിൽ പടുക്കയും വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ രാവിലെ തന്നെ പൊങ്കാല സമർപ്പിക്കാൻ തുടങ്ങി. ആദിത്യ മന്ത്രവും ഗായത്രി മന്ത്രവും ചൊല്ലിയാണ് ഞാൻ വിളക്ക് കത്തിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം പൊങ്കാല ഇട്ട് തുടങ്ങി. പടുക്കയിൽ ഞാൻ വച്ചിട്ടുള്ളത് ഒരു ഇല, മുഴുകിയ ചാണകത്തിൻ്റെ മുകളിൽ ഒരു ഇല വെച്ചതിന് ശേഷം ആദ്യം വെച്ചത് ഗണപതി സങ്കല്പമായിട്ട് ഒരു ചാണകത്തിനെ ഉരുട്ടി അതിൻ്റെ പുറത്ത് തുളസിയുടെ കതിരും വെച്ചു. അതിനുശേഷം 3 പഴം അത് വയ്ക്കുകയാണ് ചെയ്തത്. അതായത് നമുക്ക് എന്തൊക്കെയാണോ കയ്യിലുള്ളത് അതൊക്കെ സമർപ്പിക്കാം. പൊരി, അവൽ, ഫ്രൂട്ട്സുകൾ അങ്ങനെയൊക്കെ നമുക്ക് പടുക്കയിൽ വയ്ക്കാം. വെറ്റ, പാക്ക് അങ്ങനെയൊക്കെ. അപ്പോൾ എനിക്കതൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നതാണ് 10ാം ഉദയത്തിൻ്റെ കാര്യം. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചെയ്ത ഒരു ഇതാണ് അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ അവലും പൊരിയൊന്നുമില്ല. ഞാൻ 3 പഴവും വെച്ച്, കുറച്ച് പൂവും ഇട്ട്, തുളസി ഇലയും വെച്ച്, വിളക്കും വെച്ച്, കിണ്ടിയും വെച്ച് ഞാൻ വിളക്ക് കത്തിച്ചതിന് ശേഷമാണ് പൊങ്കാല സമർപ്പിക്കാൻ തുടങ്ങിയത്. ഏതൊരു നല്ലൊരു കാര്യത്തിനും സമയം നോക്കാതെ ചെയ്യാവുന്ന ഒരേ ഒരു ദിവസമായിട്ടാണ് ഈ മേടപ്പത്തിനെ കാണുന്നത്. അതായത് പാല് കാച്ച്, കല്യാണം, കുഞ്ഞൂണ്, കൃഷിക്ക് വിത്ത് പാകുന്നത്, അങ്ങനെ ഏതൊരു നല്ലൊരു കാര്യത്തിനും സമയം നോക്കണ്ട എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അത്രയ്ക്ക് നല്ല ഒരു ദിവസമാണ്. അതായത് സൂര്യൻ ബലവാനായി വരുന്ന ഒരു ദിവസം കൂടിയാണ് ഇത്. അതേസമയം ഇതിന് നേരെ മറിച്ച് തുലാം 10 എന്ന് പറയുന്നത് സൂര്യന് ബലം കുറഞ്ഞു വരുന്ന ദിവസമാണ്. അതാണ് ഈ 2 ദിവസത്തിൻ്റെ തുലാപ്പത്തും മേടപ്പത്തിൻ്റെയും വ്യത്യാസം എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ പൊങ്കാലയിട്ട് ആ പൊങ്കാലയുടെ കുറച്ചെടുത്ത് ഞാൻ ഇലയിൽ വയ്ക്കുകയാണ് ഭഗവാന് സമർപ്പിക്കുന്നതായിട്ട്. അത് കഴിഞ്ഞതിന് കർപ്പൂരം കൊണ്ട് ആരതി കാണിച്ചിട്ട് കിണ്ടിയിലിരുന്ന പൂവും വെള്ളവും എടുത്ത് ആ പൊങ്കാലയെ സമർപ്പിച്ചതിൽ ഞാൻ തളിക്കുകയും ചുറ്റും തളിക്കുകയും ചെയ്ത് ഞാൻ പൊങ്കാല പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.